പരവൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന വി ഡി സതീശനാണ്. വി ഡി സതീശൻ അവിടെ തുടർച്ചയായി തന്നെ വിജയിച്ചു വരികയാണ്. പക്ഷെ ആ സീറ്റിൽ വി ഡി സതീശനെതിരെ മത്സരിക്കുന്നത് CPI ആണ്. അപ്പോൾ ആ സീറ്റ് CPM ഏറ്റെടുക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ. സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, മറ്റു പല സീറ്റുകളും CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കാനുള്ള സാധ്യത. നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കാൻ ഒരു ചർച്ച നടന്നിരുന്നു. എന്നിട്ട് കൊല്ലം CPIക്ക് കൊടുക്കാം എന്നായിരുന്നു. CPIക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു. കാരണം കൊല്ലത്ത് കുറച്ചുകൂടെ അവർക്ക് സ്വാധീനമുണ്ട്. പാർട്ടിക്ക് അവിടെ 2-3 MLA-മാരൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പുനലൂർ ഒക്കെ അവരുടെ MLA ആണ് ജയിക്കുന്നത്, ചടയമംഗലം അവരുടെ MLA ആണ് ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാത്തന്നൂർ മണ്ഡലത്തിലും CPIയുടെ MLA ആണ് ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവും തിരുവനന്തപുരവും വച്ചു മാറാനായിട്ട് അവർ ആലോചിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതിലുപരി CPMനെ സംബന്ധിച്ച് VD സതീശനെ തറ പറ്റിക്കുക എന്നുള്ളത് CPMൻ്റെ ഒരു വലിയ ആവശ്യമാണ്. കാരണം VD സതീശൻ സഭയ്ക്കകത്തും പുറത്തും ഈ വ്യക്തിപരമായി പിണറായി വിജയനെ ആക്രമിക്കുന്നതിൽ വലിയ ഒരു പങ്കുള്ള നേതാവാണ് VD സതീശൻ. എന്ന് മാത്രമല്ല, ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ ചെറുപ്പക്കാരുടെ നിര, ആ ചെറുപ്പക്കാരെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മാത്യു കുഴൽനാടനെ പോലെയുള്ളവർക്കൊക്കെ വലിയ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് VD സതീശൻ. VD സതീശൻ ഈ ചെറുപ്പക്കാരും VD സതീശൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഹൈക്കമാൻഡിൽ നിന്ന് KC വേണുഗോപാലിൻ്റെ ശക്തമായ പ്രോത്സാഹനവും പിന്തുണയും VD സതീശനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു നേതാവിനേക്കാളും ഹൈക്കമാൻഡിലും VD സതീശന് സ്വാധീനമുണ്ട്. കഷ്ടകാലത്തിന്, CPMൻ്റെ കഷ്ടകാലത്തിന് UDF ഭരിക്കാൻ വരികയും VD സതീശനൊരു നിർണായക, തീർച്ചയായിട്ടും UDFന് ഭരണം കിട്ടിയാൽ VD സതീശനൊരു നിർണായക റോൾ അതിൽ വഹിക്കാനുണ്ടാകും. കഷ്ടകാലത്തിന് UDFന് ഭരണം കിട്ടിയാൽ VD സതീശൻ അതിലൊരു നിർണായക റോൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണല്ലോ. അങ്ങനെയാണെങ്കിൽ CPMനെ കടുത്ത രീതിയിൽ വേട്ടയാടാനായിരിക്കും VD സതീശൻ ശ്രമിക്കുക. കാരണം CPMനെ നിലംപരിശാക്കി LDFനെ തകർക്കാൻ തന്നെയാണ് VD സതീശൻ്റെ ലക്ഷ്യം. അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡും പിന്തുണയ്ക്കും. ഈ ഒരു സാഹചര്യം CPM മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും സതീശനെ അവിടെ തറപറ്റി. കാരണം ഇത് ഒരു 10-20 കൊല്ലമായി തുടർച്ചയായി തന്നെ അവിടെ വിജയിച്ചു വരികയാണ് VD സതീശൻ. അങ്ങനെ എളുപ്പം പരാജയപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുമോ? സതീശനെ പരാജയപ്പെടുത്തുക വലിയ ബുദ്ധിമുട്ടാണ്. 24 വർഷമായി സതീശൻ പറവൂരിനെ പ്രതിനിധീകരിക്കുന്നു. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ UDFന് ഭരണമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ധനമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം തേടണ്ട, അത് സതീശൻ തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് വരും കാല മുഖ്യമന്ത്രി കസേരയാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സതീശനെ CPM ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്. അത് വളരെ കൃത്യമായിട്ട് CPMന് രാഷ്ട്രീയം അറിയാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പറവൂരിൽ മത്സരിക്കുന്നത് CPI ആണ്. 1996-ൽ P. രാജു അവിടുന്ന് ജയിച്ചതിന് ശേഷം പിന്നെ ആ മണ്ഡലത്തിൽ കച്ചിയിൽ തൊടാൻ CPMന്, LDFന്, CPIക്ക് സാധിച്ചിട്ടില്ല. അവിടെ CPMും CPIയും തമ്മിൽ വലിയ അകൽച്ചയിലുമാണ്. മാത്രമല്ല, CPIക്കുള്ളിൽ തന്നെ വിഭാഗീയത വളരെ രൂക്ഷമാണ്. ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ഈ സീറ്റ് CPIയിൽ നിന്ന് പിടിച്ചെടുക്കാനായിരിക്കും ഇവരുടെ ശ്രമം. പകരം പിറവം സീറ്റ്, ഇന്ന് CPM മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പിറവം സീറ്റ്, അവിടെ പിറവത്ത് 2006-ൽ CPM ജയിക്കുകയുണ്ടായി. അതിനുശേഷമാണ് 2011-ൽ TM ജേക്കബ് വീണ്ടും അവിടുന്ന് ജയിക്കുകയും പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ മകൻ അനൂപ് ജേക്കബ് അവിടുന്ന് മത്സരിച്ച് ജയിക്കുകയും ചെയ്തത്. അപ്പോൾ അനൂപ് തുടർച്ചയായിട്ട് TM ജേക്കബ് എങ്ങനെയാണോ പണ്ട് അവിടുന്ന് ജയിച്ചുകൊണ്ടിരുന്നത് അതുപോലെ അനൂപ് ജേക്കബ് അവിടുന്ന് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീറ്റ് CPIക്ക് കൊടുക്കാം. ഇങ്ങനെ CPIയുമായിട്ട് വച്ചു മാറാൻ ഒരു ശ്രമവും CPM നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അതിൽ ഞാൻ കരുതുന്നത് CPM വിജയിക്കും എന്ന് തന്നെയാണ്. കാരണം ഈ CPI അവിടെ മത്സരിച്ചപ്പോഴെല്ലാം ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. അല്ല, അതോടൊപ്പം തന്നെ നാം ഇങ്ങനെ ആ എറണാകുളത്തിൻ്റെ രാഷ്ട്രീയ മേഖല പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പിറവ. VD സതീശൻ അവിടെ നിന്ന് ഒഴിയുകയും ശക്തമായൊരു സ്ഥാനാർത്ഥി വരികയോ ചെയ്താൽ ആ മണ്ഡലം സ്വാഭാവികമായും
ഈ LDFന്റെ കയ്യിൽ, CPMന്റെ കയ്യിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പല വർഷങ്ങളായി തന്നെ പറഞ്ഞു വരുന്നത്. അതെ, അവിടെ സതീശൻ അവിടെ ഉദാഹരണം അത്തരമൊരു നീക്കം നാം കോന്നിയിൽ കണ്ടതായിരുന്നു. അടൂർ പ്രകാശ് അവിടെ നിന്ന് മാറിയതോടുകൂടി CPMലേക്ക് വരുന്നു. കാരണം എല്ലാ കാലത്തും CPMന് സ്വാധീനമുള്ള മണ്ഡലമാണ് കോന്നി. പക്ഷേ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവ് വരുമ്പോൾ ആ മണ്ഡലം അടൂർ പ്രകാശിലേക്ക് പോകുന്നു. ആ രീതിയാണ് ഈ മണ്ഡലത്തിലുമുള്ളത്. അപ്പോൾ ഒരു വർഷം മുൻപ് തന്നെ കൃത്യമായി പ്രവർത്തനങ്ങളുമായി പോയി അവരുടെ കേഡർമാരെ നിരന്തരം പൊതുമേഖലയിൽ ഇറക്കുകയാണെങ്കിൽ, പൊതുപ്രവർത്തനത്തിന് ഇറക്കുകയാണെങ്കിൽ VD സതീശനെ ചിലപ്പോൾ പരാജയപ്പെടുത്താമല്ലേ? അതിന് സാധ്യത വളരെ കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ CPI ഉള്ളിലെ അന്തഛിദ്രമാണല്ലോ CPM മുതലെടുക്കാൻ നിൽക്കുന്നത്. CPM മത്സരിക്കാൻ വന്നാൽ അവിടെ LDFും പാർട്ടിയും ഒറ്റക്കെട്ടാവും. CPIക്കും ഈ പറഞ്ഞതുപോലെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, പതിവിന് വിപരീതമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 2016 മുതൽ അവിടെ സതീശന് വോട്ട് കുറയുകയാണ്. സതീശൻ വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2016 മുതൽ ആ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. 2021 ഏതാണ്ട് 5000-ന് താഴെ വോട്ടിന്, എനിക്ക് തോന്നുന്നു ഒരു 3000-നും 4000-നോ 5000-നോ ഒക്കെ ഇടയ്ക്ക് വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. ആ ഭൂരിപക്ഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ക്രമാനുഗതമായിട്ട് സതീശൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നുണ്ട് പറവൂർ മണ്ഡലത്തിൽ. അതിന് കാരണം അവിടെ BJP വോട്ടിംഗ് ശതമാനം, BJPയുടെ വോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 2016-ലും അതെ 2021-ലും അതെ BJPക്ക് അവിടെ കാര്യമായിട്ട് വോട്ട് കിട്ടിയിട്ടുണ്ട്. 10-20,000 വോട്ടിൽ കൂടുതൽ BJP അവിടെ പിടിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതാണ് കോൺഗ്രസിനെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നതും സതീശനെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നതും. എന്നാൽ പിണറായി വിജയന്, CPMന് ഒക്കെ അത് വലിയ ഊർജം കൊടുക്കുന്നതും. അവരെ സംബന്ധിച്ച് LDFന് BJP അവിടെ പിടിക്കുന്ന വോട്ട് മുഴുവനും കോൺഗ്രസ്സിന് കിട്ടാനുള്ള വോട്ടാണ്. പിന്നെ അവിടെ കുറച്ച് ന്യൂനപക്ഷങ്ങളുണ്ട്, ക്രിസ്ത്യൻ വോട്ടൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് ആ ക്രിസ്ത്യൻ വോട്ട് ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ തവണ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ, ക്രിസ്തുമത വിശ്വാസിയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതും. അത് തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. സതീശൻ വലുതായിട്ട് ഭയപ്പെട്ടു. അദ്ദേഹം പിന്നെ അവസാനം എങ്ങനെയൊക്കെയോ ഞെരുങ്ങി ജയിച്ചു കയറി എന്നുള്ളതാണ് സത്യം. അതിന് ഒരു പരിധിവരെ ഈ CPIക്കുള്ളിലെ അടി, കലഹം സഹായിച്ചിട്ടുണ്ട്. CPMനും CPI അവിടെ ജയിച്ചു വരുന്നതിനോട് വലിയ യോജിപ്പില്ല. പിറവത്തെങ്ങാനും പോയി മത്സരിക്കട്ടെ, അവർ ജയിക്കുകയോ തോക്കുകയോ ചെയ്തോട്ടെ, മണ്ഡലം വെച്ച് മാറാം എന്നൊരു നിലപാടിലാണ് CPM മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്നത് പോലെ BJPയുടെ അവിടുത്തെ വളർച്ച, അതും സതീശനൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് സതീശൻ അരയും തലയും മുറുക്കി BJP എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്. പക്ഷെ മറ്റൊരു കാര്യം, അദ്ദേഹം വലിയ മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ കൃത്യമായി തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിൽ തന്നെ ഒതുക്കുവാനും ചിലപ്പോൾ CPM ശ്രമം നടത്തുമല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ അദ്ദേഹത്തിന് ഈ പറവൂരിലെ ആ ഒരു എന്താ പറയുക, പറവൂരിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോയി ഈ സംസ്ഥാനം മുഴുവനും ഓടി നടന്ന്, പ്രതിപക്ഷ നേതാവായിരിക്കുന്നയാൾ തീർച്ചയായിട്ടും സംസ്ഥാനം മുഴുവനും ഓടി നടന്ന് പ്രവർത്തിക്കേണ്ട ആളാണ്. അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു സതീശൻ്റെ ആ ഒരു കഴിവിനെ, അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ ഈ മണ്ഡലത്തിൽ തളച്ചിടാനും CPM ശ്രമിക്കും. കാരണം സതീശൻ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ട് നന്നായിട്ട് അത് ഓർഗനൈസ് ചെയ്താൽ CPMന് അതൊരു വെല്ലുവിളിയാണ്. അത് തകർക്കാനും ഈ പറയുന്നത് പോലെ ഈ മണ്ഡലത്തിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചാൽ അത് സതീശന് മണ്ഡലത്തിൽ കൂടുതൽ നിൽക്കേണ്ടി വരും, കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. അപ്പോൾ കേരളം മുഴുവനും ഓടി നടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അങ്ങനെയും സതീശനെ തളയ്ക്കാൻ ഒരു ശ്രമം പാർട്ടി നടത്തുമെന്ന് തീർച്ചയാണ്. ഈ BJPയുടെ വളർച്ചയും CPM അനുകൂലമായിട്ടാണ് കാണുന്നത്. കാരണം BJP അവിടെ വളരുന്നത് കൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ അടക്കം വോട്ട് CPMന് കിട്ടും എന്നാണ് അവരുടെ കണക്കൂട്ടൽ. മറ്റൊരു വലിയ പ്രശ്നമുണ്ട്, മുനമ്പം. ഈ മുനമ്പം സതീശന് വലിയൊരു വെല്ലുവിളിയാണ്. ആ മുനമ്പത്തുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പറവൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ, ക്രിസ്ത്യൻ വോട്ടർമാരെ ഒരു പക്ഷേ BJPയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അതും സതീശന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. അതിനെയും ഒരു അവസരമായിട്ടാണ് CPM കാണുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സതീശനെ പൂട്ടാൻ തന്നെയാണ് അവരുടെ നീക്കം, അവരുടെ ശ്രമം. അതിൽ വിജയിച്ചാൽ സതീശനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു വലിയ തിരിച്ചടിയാണ്. പിന്നെ സതീശൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.